ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തിട്ട് ഹാൻഡ് ബ്രേക്ക് അങ്ങനെ തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് സിക്സ് ലാസ്റ്റ് റിവേഴ്സ് ഏറ്റവും ഇത് സെൻസർ കൊണ്ടാണ് താക്കോൽ ഇത് ഇട്ട് ഓണാക്കിയത് എഞ്ചിൻ സ്വിച്ച് ഓണാക്കി 5 സെക്കൻഡിന് ശേഷം മാത്രമേ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ സെൻസർ ഫുൾ കറണ്ട് സപ്ലൈ വന്നു കഴിഞ്ഞാൽ RPM കയറി വരത്തുള്ളൂ. മോഡൽ ഇപ്പം 2020 മോഡൽ വണ്ടിയും ഇപ്പം 24 2020 2015 വണ്ടിയാണെങ്കിലും ഇപ്പം അത്യാവശ്യം വണ്ടി കൂടും. കാരണം കഴിഞ്ഞാൽ എന്തെങ്കിലും ഓൾട്രേഷൻ വർക്ക് കഴിഞ്ഞാൽ ഇപ്പം വണ്ടി ഒരു കാരണവശാൽ ഈ വണ്ടി കൊണ്ട് വേറെ വണ്ടി ഇടിക്കാനല്ല ഈ വണ്ടി ഒരു പെയിന്റ് കളയാനോ തട്ടാനോ ഒരു ഡ്രൈവർമാരും ആഗ്രഹിക്കത്തില്ല. ഇത്ര മുതൽ മുടക്കി ഇനി പോയി KSRTC 90 കിലോമീറ്റർ സ്പീഡ് പോയ വണ്ടി പെട്ടെന്ന് ചവിട്ടി കഴിഞ്ഞാൽ ഏത് വണ്ടിയാണ് ചവിട്ടാൻ കിട്ടത്തില്ല. അതായത് 4 ലൈൻ ഹൈവേ ആണ്. വണ്ടി ന്യായമായ സ്പീഡിലെ വണ്ടി 2 വണ്ടി ഓടിക്കൊണ്ടിരുന്നത്. ഓടിക്കാൻ തുടങ്ങിയത് 2012 തുടങ്ങിയാണ് ബസ് ഓടിക്കുന്നത്. ഇപ്പം ഏകദേശം 12 വർഷത്തോളമായി. ഇപ്പം ഞാൻ ഓടിക്കുന്ന കമ്പനി ഇത് തിരുക്കുടുംബം എന്നുള്ള ഊരപ്പടയുള്ള പാത്രപ്പങ്കൽ മനോജ് എന്ന് പറയുന്ന ഒരു ചേട്ടൻ്റെ വണ്ടിയാണ്. സൗണ്ട് വർക്ക് എല്ലാവരും 10 ലക്ഷം രൂപ വർക്ക് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ കൂടിയ വർക്കുകൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് കൂടുതൽ ബാസ് കിട്ടാൻ വേണ്ടി കൂടുതൽ എഫക്റ്റ്. പിന്നെ ഇപ്പം മോട്ടോർ വാഹന വകുപ്പ് ഭയങ്കര കർശനമായിട്ട് ഇത് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഒരു പരിധി വരെ ഈ സാധനങ്ങളൊക്കെ നിരോധിച്ചിരിക്കുന്നതാണ്. ഹായ്, ലോറിക്കാരൻ്റെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ ഒരു വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആണ്. ഒരുപാട് പേര് ഒരുപാട് തവണ ആവശ്യപ്പെട്ട നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെയും ഫോൺ വിളിച്ചൊക്കെ ആവശ്യപ്പെട്ട ഒരു വീഡിയോ ആണ്. ടൂറിസ്റ്റ് ബസ് എങ്ങനെയാണ് ഓടിക്കുന്നതിൻ്റെ കാര്യങ്ങൾ ഒക്കെയാണ്. ടൂറിസ്റ്റ് ബസ്സിലേക്ക് ആദ്യമായിട്ട് ഡ്രൈവർ വേക്കൻസിയിൽ ഡ്രൈവർ ജോലിയിലേക്ക് കയറുന്നവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും. അപ്പോൾ ഇത് കാണാനും വലിയ പ്രൊഫഷണൽ ഡ്രൈവർമാർക്കുള്ള വീഡിയോ അല്ല, പുതുതായിട്ട് ഫീൽഡിലേക്ക് വരുന്നവർക്കുള്ള വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ ഒരു വേണ്ടപ്പെട്ട ഡ്രൈവർ ചേട്ടനുണ്ടോ, ജോമി ചേട്ടനോട് ചോദിച്ചിട്ട് നമുക്ക് ഈ ടൂറിസ്റ്റ് ബസ് ഓടിക്കുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ചങ്ങ് മനസ്സിലാക്കാം. ഓക്കെ, ഹായ് ജോമി ചേട്ടാ. അപ്പോൾ നമ്മുടെ ജോമി ചേട്ടനാണ് നമ്മുടെ വളരെ വേണ്ടപ്പെട്ട സുഹൃത്താണ്. പുള്ളിയോട് ചോദിച്ചിട്ട് നമുക്ക് വണ്ടിയുടെ കാര്യം, ഇതിൽ ഓടിക്കുന്ന കാര്യങ്ങളെല്ലാം ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം. ഒരുപാട് പേർക്ക് സംശയമുള്ള കാര്യമാണ് ഈ ടൂറിസ്റ്റ് ബസ് ഓടിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ ജോമി ചേട്ടന് നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരണം. അപ്പോൾ ഇത്രയും വലിയൊരു വണ്ടിയാണ്. അപ്പോൾ ആദ്യമായിട്ട് ഈ ജോലിക്ക് കയറുന്നവരുടെ എന്തൊക്കെയാണ് ജോമി ചേട്ടന് പറയാനുള്ളത്? നമ്മൾ ഈ വണ്ടി ഓടിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്? കൂടുതലായിട്ടും ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ആദ്യമായിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ആത്മാർത്ഥതയാണ്, തൊഴിലിനോട് ആത്മാർത്ഥതയാണ് മെയിനായിട്ടുള്ള കാര്യം. നമ്മൾ ഒരു പ്രസ്ഥാനം എന്ന് കഴിഞ്ഞാൽ ഒരു ടൂറിസ്റ്റ് വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു വണ്ടിയെ പോലെയല്ല. ഒരു ഇതിൻ്റെ ഒരു ഓണർ എന്ന് പറയുന്ന ആള് നമ്മൾ ഒരു ഇപ്പം ഇറങ്ങുന്ന വണ്ടികളാണ് ഏറ്റവും കുറഞ്ഞ മുതൽ മുടക്കം എന്ന് പറഞ്ഞാൽ 60 ലക്ഷം രൂപ വരെയും മുടക്കാവുന്നുണ്ട്. ഇത് 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോഴത്തെ കോസ്റ്റിന് അനുസരിച്ച് കൂടി വന്നതാണ്. ഇപ്പം നമുക്ക് എന്താണെങ്കിലും ഒരു മുതൽ ഇത്രയും ലക്ഷങ്ങളും ഒരു മുതലുള്ള ഒരു മുതൽ ഒരു സാധനം ഒരു ഐറ്റം നമ്മളെ വിശ്വസ്തയോടെ നമ്മൾ ഏൽപ്പിച്ചു വിടുന്നു. അപ്പം അതിന് നമുക്ക് പൂർണ്ണമായിട്ട് ഉത്തരവാദിത്തോടെ നമ്മൾ വേണം ഇതിനകത്ത് ആദ്യമായിട്ട് കൈകാര്യം ചെയ്യാന്നുള്ളത്. പിന്നെ നമ്മൾ യാത്രക്കാരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, അവരുമായിട്ട് പെരുമാറുന്ന കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് മെയിനായിട്ട്. അവർക്കൊരു ഇറിറ്റേഷൻ ഇല്ലാത്ത രീതിയിൽ നമ്മൾ സംസാരിക്കുക, അവരോട് പെരുമാറുന്നത്. പിന്നെ അവർക്ക് വേണ്ട കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക. അനാവശ്യമായിട്ട് അവരുടെ കാര്യങ്ങൾ ഇടപെടാതിരിക്കും മാക്സിമം. പിന്നെ ഉള്ള 50 യാത്രക്കാർ നമ്മുടെ വണ്ടികൾ വരുന്നുണ്ട്. അവർക്ക് യാത്രക്കിടയിൽ ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ നമ്മൾ വണ്ടി ഓടിക്കുക എന്നുള്ളതാണ്. നമ്മുടെ വണ്ടി 49 സീറ്റ് 49 സീറ്റ് AC വണ്ടിയാണ്. അപ്പം ഇപ്പോഴത്തെ ക്ലൈമറ്റിൽ നമുക്ക് കൂടുതൽ നമ്മൾ AC ഓട്ടമാണ് നമ്മൾ കൂടുതലും യാത്രക്കാർ ആവശ്യപ്പെടുന്നത്. പിന്നീടുള്ള സംഭവം എന്ന് കഴിഞ്ഞാൽ പിന്നെ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമ്മൾ വണ്ടി ഓടിക്കണം. അത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടില്ലാത്ത രീതി വണ്ടി ഓടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരു ലൈൻ ബസ് ഉപയോഗിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ അത് ടൈമിംഗ് ആണ്. സാധാരണ ലൈൻ ബസ്സിനെ സംബന്ധിച്ചോളം ടൈം ഷെഡ്യൂൾ ഉണ്ട്. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ടൈം ഷെഡ്യൂൾ അല്ല. നമുക്ക് അവർക്ക് സൗകര്യപ്രദമായ രീതിയിൽ അവർക്ക് എത്തപ്പെടേണ്ട സമയത്ത് നമ്മൾ എത്തിക്കാന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അഡ്വാൻസ് ആയിട്ട് നമ്മൾ എപ്പോഴും പോകാനാണ് ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ. പിന്നെ എല്ലാ പരിപാടിക്കാണെങ്കിലും അവർ അഡ്വാൻസ് ആയിട്ട് പോകത്തില്ല, ഏറ്റവും ലേറ്റ് ആയിട്ട് പോകത്തുള്ളൂ. പിന്നെ അപ്പം നമ്മൾ സ്പീഡിൽ ഓടിക്കേണ്ടി വരും. അങ്ങനെ സ്പീഡിൽ ഓടിക്കാൻ കഴിഞ്ഞാൽ ലൈൻ ബസ് കൊണ്ട് നടക്കുന്ന രീതി നമുക്ക് ചവിട്ടുക, ബ്രേക്ക് ചെയ്യുക, അനാവശ്യമായിട്ട് ബ്രേക്ക് ചെയ്യുക, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ഒരു പരിധി വരെ ഒഴിവാക്കുകയാണെങ്കിൽ യാത്രക്കാർ എപ്പോഴും കംഫർട്ടായിരിക്കും. പിന്നീടാണെങ്കിലും അവർക്ക് ഒരു സേഫ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നിൽ നമ്മൾ വിളിക്കുന്നുള്ളൂ. പിന്നെ വണ്ടി ഓടിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അത് ഓരോരുത്തരുടെയും ഓരോ കഴിവുകളാണ്. വണ്ടി ഓടിക്കുക, മാക്സിമം മുട്ടാതെ ഓടിക്കുക. ഹൈറ്റ് കൂടിയ വണ്ടിയുണ്ട്, ഹൈറ്റ് കുറഞ്ഞ വണ്ടിയുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ വഴികളെ ആദ്യമേ തന്നെ ഒന്ന് പഠിക്കണം. പഠിച്ചതിന് ശേഷമേ വണ്ടി കയറ്റിക്കൊണ്ട് എല്ലാവുള്ളൂ. വണ്ടി തിരിക്കാനുള്ള സൗകര്യമുള്ള വഴികളാണ്, ഇതൊക്കെ നമ്മൾ ആദ്യമേ പഠിക്കണം. വഴികൾ പഠിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയും അങ്ങോട്ട് പോരട്ടെ, അവിടെ വണ്ടി തിരിക്കാനുള്ള സൗകര്യം ഉണ്ടെന്ന് പറയും.
അവര് ചെയ്യുന്ന കഴിഞ്ഞാൽ ലോറി ചെല്ലുന്ന സ്ഥലത്തോട്ടായിരിക്കും അവിടെ ഇന്നലെ വന്ന് ലോറി തിരിച്ചിട്ട് പോയത്. അല്ലെ ലൈൻ ബസ് ആണ് ലൈൻ ബസ് തിരിക്കുന്ന സ്ഥലത്ത് നമ്മൾ ടൂറിസ്റ്റ് വണ്ടി തിരിയത്തില്ല. അങ്ങനെയുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട്. സൈഡ് മിറർ ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ചിലപ്പോൾ ചില ഓട്ടം വിളിക്കുന്ന ആൾക്കാർ അവരുടെ കാര്യം നടക്കാൻ വേണ്ടി ഇന്നലെ അവിടെ വണ്ടി തിരിച്ചെന്നൊക്കെ പറയും. അതൊക്കെ പറയും. അതങ്ങനെ ഉണ്ടാവും. അത് ഇഷ്ടംപോലെ അനുഭവം ഉണ്ടാവും. നമ്മൾ വഴിയൊക്കെ കാണുമ്പോൾ ഏകദേശം നമുക്ക് ഒരു ഐഡിയ കിട്ടും വണ്ടി പോകുന്ന വഴിയാണെന്നുള്ളത്. പിന്നെ എല്ലാ വണ്ടികളും പോകുന്ന വഴി ടൂറിസ്റ്റ് വണ്ടി കയറി പോകണം നിർബന്ധമില്ല. ഒന്ന് വണ്ടിക്ക് വീതി കൂടുതലുണ്ട്. പിന്നെ അവിടെ ഈ സൈഡ് കൂടെ അല്ലെങ്കിൽ കമ്പും കോലും എല്ലാം നിന്ന് കഴിഞ്ഞാൽ വരഞ്ഞു പോയി കഴിഞ്ഞാൽ സൈഡിൽ പെയിന്റെല്ലാം പോകും. പെയിന്റ് പോയി കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നടക്കുന്ന പ്രായോഗിക ദിവസമല്ല. ശരിയാ. അപ്പൊ അതൊക്കെ നോക്കി കണ്ടും വണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ അത് മെയിൻ ആയിട്ടുള്ള ഒരു ഘടകം. ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇപ്പം മുമ്പ് ജോഞ്ചേട്ടൻ പറഞ്ഞല്ലോ ഒരു വണ്ടി ഇറങ്ങുമ്പോൾ ഒരു 50 ലക്ഷം രൂപയ്ക്ക് മുകളിലാവും എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതിനകത്ത് പിന്നെ എക്സ്ട്രാ ഫിറ്റിംഗ് കൂട്ടിയുള്ള ഒരു ചാർജാണ് ഇപ്പോൾ പറഞ്ഞത്. എക്സ്ട്രാ ഫിറ്റിംഗ് എന്ന് കഴിഞ്ഞാൽ അത് ഓരോരുത്തരുടെ കഴിവുകളനുസരിച്ചാണ് ചെയ്യുന്നത്. എക്സ്ട്രാ ഫിറ്റിംഗ് എന്ന് കഴിഞ്ഞാൽ വണ്ടി ഇറങ്ങുന്ന കഴിഞ്ഞാൽ ഇപ്പം ബോഡി കെട്ടി ഇത് പ്രകാശ് എന്ന് പറയുന്ന സ്ഥലത്താണ് ബാംഗ്ലൂർ കണ്ണപ്പ പ്രകാശിലാണ് വണ്ടി ഇത് ബോഡി ചെയ്യുന്നത്. ഈ വണ്ടി ബോഡി ചെയ്ത് ഇറങ്ങുന്ന ഇപ്പോഴത്തെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 20 ലക്ഷം രൂപയാണ് വണ്ടിയുടെ ബോഡി ചാർജ്. പിന്നെ 33 ലക്ഷം രൂപ വണ്ടിയുടെ ചേസിന് വരുന്നുണ്ട്. ഇതെല്ലാം പിന്നെ 4.5 ലക്ഷം കേസ് കയറ്റുന്ന വരുന്നുണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടി നമുക്ക് ഒരു ഏകദേശം ഒരു 57 രൂപ വെച്ചാൽ വണ്ടി 60 രൂപ താഴെയാവും വണ്ടി ഇവിടെ വരുമ്പോൾ തന്നെ പേപ്പറുള്ള റെഡിയാകും. പിന്നെ ബാക്കിയുള്ള അവരുടെ ഓരോരുത്തരുടെയും ആംബിയർ അനുസരിച്ച് സൗണ്ട് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ സൗണ്ട് വർക്ക് ചെയ്തിരിക്കുന്നത് നമ്മൾ ആദ്യമേ ചെയ്യുന്ന സൗണ്ട് വർക്കാണ്. ഇപ്പോൾ അത് നമുക്ക് 2 ലക്ഷം രൂപയുടെ വർക്കാണ് ഇത് സാധാരണ നോർമൽ. അതാകുമ്പം നമുക്കും ആർക്കും വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലുള്ള ഒരു വർക്കാണ് നമ്മൾ ആദ്യമേ ചെയ്തത്. ഇപ്പം ചെയ്യുന്ന സൗണ്ട് വർക്ക് എന്ന് എല്ലാവരും 10 ലക്ഷം രൂപ വർക്ക് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ കൂടിയ വർക്കുകൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് കൂടുതൽ ബാസ് കിട്ടാൻ വേണ്ടി കൂടുതൽ എഫക്റ്റ്. പിന്നെ ഇപ്പം മോട്ടോർ വാഹനം ഭയങ്കര കർശനമായിട്ട് ഇത് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഒരു പരിധി വരെ ഈ സാധനങ്ങളൊക്കെ നിരോധിച്ചിരിക്കുന്നതാണ്. ആരും ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഒരു പരിധിവരെ നമുക്കും സേഫ്റ്റിയാണ്. കാരണം ഇത് നമുക്ക് വണ്ടി ഓടിക്കാൻ സേഫ്റ്റിയാണ്. എല്ലാ കാര്യങ്ങളും ഈ സാധനങ്ങളും ഒരു പരിധിവരെ കുറഞ്ഞിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കൂടുതൽ ഈ കോളേജ് പിള്ളേരെ കയറുമ്പോഴാണോ സൗണ്ടിന്റെ ഒരു കാര്യങ്ങൾ കൂടുതലായിട്ട് പറയുന്നത്? കോളേജ് പിള്ളേരാണ് മെയിൻ ആയിട്ട് ഈ വണ്ടിക്ക് എത്ര JBL ഉണ്ട്, എത്ര ലൈറ്റ് ഉണ്ട്, എത്ര ലേസർ ഉണ്ട്. അവിടെ ലൈറ്റ് ഉണ്ട്. ഈ വണ്ടിയെ കൂടുതലും കോളേജ് പിള്ളേർ ഓട്ടമാണോ? ഞാൻ കണ്ടിട്ടുണ്ടല്ലോ കോളേജ് പിള്ളേരെ കയറ്റിക്കൊണ്ട് ഈ വണ്ടി യാത്ര കൂടുതലും പോകുന്നത്. അത് നമ്മൾ സ്വന്തം പാക്കേജ് ഞങ്ങൾ സ്വന്തമായിട്ട് ഇവരുടെ ഫുള്ളായിട്ടുള്ള ഈ യാത്രയുടെ ചെലവുകൾ, വണ്ടിയുടെ ചെലവുകൾ ഇതെല്ലാം കൂട്ടി പാക്കേജ് ആയിട്ട് പെർ ഹെഡ് നമ്മൾ വീതിച്ച് പാക്കേജ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അന്നേരം ഇവിടെയുള്ള എല്ലാ ഈ ലോക്കർ കുറെ പാക്കേജർമാർ ചെയ്യുന്നുണ്ട്. പാക്കേജർമാർ അവർ ബിസിനസ് ആയിട്ട് ചെയ്യുന്നു. നമ്മുടെ വണ്ടിയുടെ ട്രിപ്പിന് വേണ്ടി നമ്മൾ പാക്കേജ് ചെയ്യുന്നു. പാക്കേജ് ചെയ്യുന്നത് നമുക്ക് ഇവർ ചെയ്യുന്നേക്കാളും റേറ്റ് താഴ്ത്ത് നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ പാക്കേജ് ചെയ്യുന്നേക്കാളും റേറ്റ് താഴെ നല്ല നിലവാരത്തിൽ നമുക്ക്. ഞാനിപ്പോൾ ഏകദേശം ഒരു 12 വർഷത്തിനുള്ള ഈ ടൂറിസ്റ്റ് മേഖല വന്നിട്ട്. അപ്പോൾ നമുക്ക് എല്ലാ മേഖലയിലും ആയിട്ടുള്ള ഹോട്ടലുകാരായിട്ടാണെങ്കിലും എല്ലാ മേഖലയിലുള്ള വണ്ടിക്കാരുമായിട്ടാണെങ്കിലും ലോഡ്ജുകളും ഒക്കെ ആയിട്ടാണെങ്കിലും നമുക്ക് ബന്ധങ്ങളായിട്ടുണ്ട്. അപ്പോൾ അവർ നമുക്ക് എല്ലാം സപ്പോർട്ട് തരുന്നതുകൊണ്ട് എന്ത് ആവശ്യം വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്ക് അതിന് രീതി സപ്പോർട്ട് തരുന്നു. അതുകൊണ്ട് അങ്ങനെ രീതിയിൽ ട്രിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കോളേജ് പിള്ളേർ ഓരോ ഇത് വാമൊഴിയാണ് മെയിൻ ആയിട്ടുള്ള ഇത് പബ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ വാമൊഴിയാണ്. കിട്ടി. അത് ആ രീതിയിൽ നമുക്ക് ഒരു പ്രൊമോഷൻ കിട്ടിയാൽ മാത്രമേ ഇതിനകത്ത് കാര്യവും. അല്ലാതെ നമ്മൾ അഡ്വർടൈസ്മെന്റ് അത് പരസ്യം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ കൂടുതൽ ലൈറ്റ് വർക്ക് കാണിച്ച് പ്രൊമോഷൻ ചെയ്യുന്നുണ്ട് കാര്യമില്ല. നല്ല ഡോക്ടർമാർക്ക് പരസ്യം വേണ്ടെന്ന് പറഞ്ഞല്ലേ? നല്ല വണ്ടി നല്ല ഡ്രൈവർമാരാണെങ്കിൽ കൂടുതൽ പരസ്യം ചെയ്യേണ്ട കാര്യമില്ല. ആൾക്കാർ വായ്മൊഴിയായിട്ട് തന്നെ വന്ന് നമുക്ക് ഓട്ടം കിട്ടുന്നു അല്ലേ? ഇതിന്റെ ഈ ഗിയർ സിസ്റ്റം സംവിധാനങ്ങളൊക്കെ എങ്ങനെയാണ്? ഇതിന്റെ ഇത് 180 എന്ന് പറഞ്ഞാൽ എഞ്ചിൻ പവർ 180 ആണ് ഇപ്പൊ ഞാൻ ഓടിക്കുന്നത്. അത് യൂറോ 3 തുടങ്ങിയ യൂറോ 4 തുടങ്ങിയ വണ്ടികൾ ഞാൻ ഓടിച്ചോണ്ടിരിക്കുന്നത്. 2010 തുടങ്ങി ടൂറിസ്റ്റ് മേഖലയിട്ട് വന്നു. 2008 തുടങ്ങി ടൂറിസ്റ്റ് മേഖല വന്നു. സ്ഥിരമായിട്ട് ബസ് ഓടിക്കാൻ തുടങ്ങിയത് 2012 തുടങ്ങിയാണ് ബസ് ഓടിക്കുന്നത്. ഇപ്പൊ ഏകദേശം 12 വർഷത്തോളമായി. ഇപ്പൊ ഞാൻ ഓടിക്കുന്ന കമ്പനി ഇത് തിരുക്കുടുംബം എന്നുള്ളത് കൂരപ്പടയുള്ള പാത്രപ്പങ്കൽ മനോജ് എന്ന് പറയുന്ന ഒരു ചേട്ടന്റെ വണ്ടിയാണ്. തിരുക്കുടുംബം കൂരപ്പട. ഈ കമ്പനി കേട്ട് പോയി ഏകദേശം ഒരു 10 വർഷത്തോളം. 2014 ഞാൻ കയറുന്നത്. മനോജ് ചേട്ടൻ. പുള്ളിക്ക് എത്ര വണ്ടിയുണ്ട്? അദ്ദേഹത്തിന് ഇപ്പം നിലവിൽ മുതലാളിക്ക് ഇപ്പം നിലവിൽ 4 വണ്ടികളുണ്ട്. എല്ലാ വണ്ടികളും നല്ല വൃത്തിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ നല്ല വൃത്തിയാണ് നിങ്ങളുടെ വണ്ടികളെല്ലാം. തിരുക്കുടുംബ വണ്ടികൾ കാണുമ്പോൾ തന്നെ വഴി കൂടെ ഓടി പോകുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത്. നമുക്ക് പെർമനന്റ് ആയിട്ടുള്ള ഓരോ സ്ഥിരമായിട്ടുള്ള ഡ്രൈവർമാർ, അതായത് ഓരോ വണ്ടികൾക്കും ഓരോ ഡ്രൈവർമാരുണ്ട്. അവരവർ തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഉണ്ണി എന്ന് പറയുന്ന ഒരു സീനിയർ, അതായത് പരിപാടി തുടങ്ങിയ 2013 ലാസ്റ്റിലാണ് തോന്നുന്നു തിരുക്കുടുംബം തുടങ്ങുന്നത്. അന്ന് തുടങ്ങിയുള്ള ഉണ്ണി എന്ന് പറയുന്ന ഒരു ഡ്രൈവറാണ്. അനുഭവം ശരിക്കുള്ള അനുഭവം. പിന്നെ ജിജോ എന്ന് പറയുന്ന ഡ്രൈവറുണ്ട്. അവർ രണ്ടുപേരും കുരപ്പട മേഖലയുള്ളവരാണ്. പിന്നെ കാഞ്ഞിരപ്പള്ളിക്കാരൻ്റെ ആളുണ്ടായിരുന്നു, പുള്ളി ഇപ്പോൾ ഇല്ല. പിന്നെ ഉള്ളത് എന്ന് പറയുന്നത് ഞാൻ 2014 തുടങ്ങി. ഞാൻ ഈ ഉണ്ണിയും ജിജോയും കഴിഞ്ഞ ശേഷം പിന്നെ കയറുന്ന ആൾ വേറെ ആളുണ്ട്, പുള്ളി നേരത്തെ പോയായിരുന്നു. അതിനുശേഷം ഞാനാണ് ഇപ്പം കൂടെ ഉള്ളത്. ഇതിനകത്ത് ഈ ഇപ്പൊ നമ്മൾ ക്ലീനർ ഉണ്ടോ അതോ ഡബിൾ ഡ്രൈവർമാരോ? ക്ലീനർ ഉണ്ട്. നമ്മൾ ഓട്ടം പോകുന്ന ദൂരത്തിന്റെ ദൈർഘ്യം അനുസരിച്ച്
ദിവസത്തിന്റെ ഇതനുസരിച്ച് മാത്രമേ നമ്മൾ രണ്ടുപേര് ലോങ് ഓട്ടോ ഒക്കെ ആണെങ്കിൽ ലോങ് ഓട്ടോ ആണെങ്കിൽ സ്കൂൾ ട്രിപ്പുകളൊക്കെ ഇപ്പൊ 2 ഡ്രൈവർമാരെ വേണമെന്ന് ഇവിടെ റൂൾസിലുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ 2 പേര് പോകും. അല്ലാതെ ഉള്ള ട്രിപ്പുകൾ എന്ന് കഴിഞ്ഞാൽ മാക്സിമം തന്നെയാണ് കൂടുന്നത്. കൂടുതലും ഞാൻ തന്നെയാണ് പോകാറുള്ളത്. പിന്നെ നമ്മൾ നൈറ്റ് സർവീസിൽ പോകുന്നുണ്ട്. ഷാജി മോട്ടോഴ്സുകളുണ്ട്. ഷാജി മോട്ടോഴ്സ് ഇടയ്ക്ക് മുണ്ടക്കി വണ്ടി എല്ലാവരും ഡ്യൂട്ടിക്ക് പോകുന്നുണ്ട്. നേരത്തെ ഹോളിമീരിയ പോകുന്നുണ്ടായിരുന്നു. അപ്പൊ പല അന്നേരം ഓടുന്നുണ്ടായിരുന്നു. അപ്പൊ നമുക്കൊരു 2+2 വണ്ടിയുണ്ട്. ഇത് കൂടാതെ 2 സീറ്റ് പുഷ് ബാക്ക് വണ്ടി, എല്ലാം AC വണ്ടിയാണ്. ആ വണ്ടി നമുക്ക് പല വണ്ടികൾക്കും പകരം ഈ നൈറ്റ് സർവീസ് പകരം ഓടാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ പോയവരുമായിട്ടുള്ള പരിചയമുണ്ട്. രാത്രി ഓട്ടത്തിന്റെ ഓർക്കളയും കാര്യങ്ങളൊക്കെ ഈ വടക്കാഞ്ചേരി ആ ഒരു പ്രശ്നം ഉണ്ടായതിനു ശേഷം ഒരുപാട് വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ പ്രത്യേകം എടുത്തു പറയുന്നതാണ്. ഈ രാത്രി ഡ്രൈവർമാർ ഉറക്കളച്ച് വണ്ടി ഓടിക്കുന്ന അതിനെ പറ്റിയൊക്കെ എന്താണ് ചേട്ടൻ പറയാനുള്ളത്? വടക്കാഞ്ചേരി അപകടം എന്ന് പറയുന്നത് ഉറക്കളച്ച ഒരു വിഷയത്തിന്റെ അല്ല. വടക്കാഞ്ചേരി അപകടം ഉറക്കളച്ച വിഷയമായിട്ട് ബന്ധമില്ല. കഴിഞ്ഞാല് അദ്ദേഹം ഉറക്കളച്ച് തലേദിവസം വേളാങ്കണ്ണിക്ക് പോയിട്ട് വന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിന്റെ സത്യാവസ്ഥ എങ്ങനെയാണെന്നുള്ളത്. പക്ഷെ ഇതിന്റെ പൊതുവേ ഉള്ള ഒരു ഇതനുസരിച്ചാണെങ്കിൽ ആ സംഭവം ആക്സിഡന്റ് നടന്നിരിക്കുന്നതിൽ KSRTC മുന്നിൽ പോയി KSRTC 90 കിലോമീറ്റർ സ്പീഡ് പോയ വണ്ടി പെട്ടെന്ന് ചവിട്ടി കഴിഞ്ഞാൽ ഏത് വണ്ടിയാണ് ചവിട്ടിയാൻ കിട്ടത്തില്ല. അതായത് 4 ലൈൻ ഹൈവേ ആണ്. വണ്ടി ന്യായമായ സ്പീഡിലാണ് വണ്ടി 2 വണ്ടി ഓടിക്കൊണ്ടിരുന്നത്. പിന്നെ ഇത് ടൂറിസ്റ്റ് വണ്ടി ആയപ്പം ഇവനായിട്ട് ചെറിയ എന്തൊരു ഇവർ തമ്മിലൊരു ഇഗോ ഉണ്ടാവും. KSRTC ആണ് നമ്മൾ ടൂറിസ്റ്റ് വണ്ടി ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കൊരു നല്ല എവിടെയും കൊണ്ട് ഓടിച്ചിട്ട് പോകുന്ന KSRTCക്കാർക്ക് ചെറിയൊരു ഇതുള്ള സ്വഭാവമുള്ള ഒരുമാതിരിപ്പെട്ട ഒരു എല്ലാ ഡ്രൈവർമാരും കേട്ടോ. അതിൻ്റെ അത് വിരലിലെണ്ണാമത്തോളം ഒരു 10% ആൾക്കാർക്ക് ഇങ്ങനെയുള്ള നല്ല വൃത്തിയായിട്ട വണ്ടി കാണുമ്പം ഒന്ന് തോണ്ടിട്ട് പോകാന്നുള്ള ഒരു സ്വഭാവമുണ്ട്. എല്ലാവരും കുറ്റം പറയത്തില്ല, ചിലർക്കുണ്ട്. അതുപോലുള്ള ഒരാളായിരുന്നു ആ വണ്ടി ഓടിച്ചെന്ന് അനുമാനിക്കാം. അല്ലെങ്കിൽ ഒരു കാരണവശാൽ ഈ വണ്ടി കൊണ്ട് വേറെ വണ്ടി ഇടിക്കാനോ അല്ലെങ്കിൽ ഈ വണ്ടി ഒരു പെയിന്റ് കളയാനോ തട്ടാനോ ഒരു ഡ്രൈവർമാരും ആഗ്രഹിക്കത്തില്ല. ഇത്തരം മുതലുകളൊക്കെ കുറെ കാലമായിട്ട് പുള്ളി ഓടിക്കുന്നതാണല്ലോ. അത് വർഷങ്ങളായിട്ട് ജോമോൻ എന്ന് പറഞ്ഞ ആള് പിറവത്തുള്ള ആള്. നമ്മളിവിടെ ആരും വെള്ളപൂച്ച ശ്രമിക്കുന്നതല്ല കേട്ടോ. വെള്ളപൂച്ച ശ്രമിച്ചല്ല. അല്ല കാര്യം പുള്ളിയുടെ തെറ്റുണ്ടോന്ന് നമുക്ക് കണ്ടാൽ പറഞ്ഞുള്ള അറിവുകൾ മാത്രമേ ഉള്ളൂ. ന്യൂസ് കണ്ടുള്ള അറിവുകൾ. പിന്നെ ഒരു കാരണവശാലും അങ്ങനെ ഒരു അപകടം അവിടെ സംഭവിക്കണമെങ്കിൽ KSRTCക്കാരൻ അവിടെ ചവിട്ടിയാൽ മാത്രമേ ഇങ്ങനെ അപകടം ഉണ്ടാകത്തുള്ളൂ. KSRTCക്കാരൻ ചവിട്ടിയതാണെന്ന് അവിടെ ഒരു തൃശ്ശൂരുള്ള ഒരു മെക്കാനിക് ഉണ്ട്. പുള്ളി മംഗലപാലത്ത് ഇറങ്ങിയ ആളാണ്. പുള്ളി ഇറങ്ങാൻ വേണ്ടിയാണ് വണ്ടി അതിന് മുകളിൽ ഇറങ്ങേണ്ട ആൾ. 5 മംഗലത്ത് ഇറങ്ങേണ്ട ആൾ പാലത്തിന് അവിടെ പോയ വണ്ടി KSRTC റോഡ് നടക്കാൻ നിർത്തിയെന്ന് ആ പുള്ളി പറയുന്നുണ്ട്. പിന്നെ ആ പുള്ളിയെ കുറിച്ച് പിന്നെ വിവരവും ഇല്ല. ആ പുള്ളി പിന്നെ സംസാരിക്കാനും വന്നിട്ടില്ല. കേസിന്റെ രീതിക്ക് പോകുന്നു. പിന്നെ ആ ഒരു അപകടത്തോടു കൂടി ഒരു പരിധി വരെ ടൂറിസ്റ്റ് ബസ് മേഖലയ്ക്ക് വേറൊരു മെച്ചം ഉണ്ടായെന്ന് വെച്ചാൽ എല്ലാ വണ്ടിയും വെള്ളം അല്ലെങ്കിൽ മുഴുവൻ ലിവറി അടിക്കുന്നു. ബ്ലാക്ക് വേണേ ബ്ലാക്ക്, റെഡ് വേണേ റെഡ്, അങ്ങനെ പല പല സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ ആ ഒരു ആക്സിഡന്റോട് കൂടി എല്ലാ വണ്ടിക്കും ഒരു യൂണിഫോം കളറായി. പിന്നെ യൂണിഫോം ലൈന് അത് മാത്രമേ വണ്ടിയെ പാടുള്ളൂ. പിന്നെ അനാവശ്യമായ ലൈറ്റുകൾ കാര്യങ്ങൾ ഒന്നും പാടില്ല. സൗണ്ട് സിസ്റ്റം പാടില്ല എന്നൊക്കെ അതൊക്കെ കർശനമായിട്ട്. പിന്നെ ഓരോ ട്രിപ്പ് പോകുന്നതിന് സ്കൂളിൽ നിന്ന് ട്രിപ്പ് പോകണമെങ്കിൽ ഇതിന്റെ പെർമിഷൻ വേണം. ആർടിഒയുടെ അടുത്ത് പെർമിഷൻ എടുത്തതിന് ശേഷം നമുക്ക് ഓടാൻ പറ്റും. എല്ലാം പാലിക്കുന്നുണ്ട്. അല്ലാതെ ആ ഒരു നിയമം ഉണ്ടായ സമയത്ത് നടന്ന സംഭവം പെട്ടെന്ന് വന്ന നിയമത്തെ സാധൂകരിക്കാൻ ചെയ്യാൻ വേണ്ടി അതെല്ലാം ഇപ്പൊ എല്ലാ ഓട്ടം പോയ സ്കൂളിന്റെ ഓട്ടം പോയതെല്ലാം സർട്ടിഫിക്കറ്റ് കൊണ്ട് അവിടെ കൊണ്ട് കാണിച്ചെങ്കിൽ മാത്രമേ അത് പേർക്ക് വേണം. അത് EOമാരെല്ലാം പറയുന്നുണ്ട്. ഇവിടെ എല്ലാ സ്കൂളിലും നമ്മൾ പോയി ഓട്ടം പോകുന്ന തലേദിവസം വണ്ടി കൊണ്ട് അത് നമുക്ക് പ്രായോഗിക ബുദ്ധിമുട്ടായി കഴിഞ്ഞാൽ ഈ സാധനം കൊണ്ട് അവിടെ ആർടിഒ കൊണ്ട് കാണിച്ച് ടെസ്റ്റ് ചെയ്ത് സർട്ടിഫിക്കറ്റ് കൊണ്ട് സ്കൂളിൽ കൊടുക്കണം. ആ ഒരു പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ നമ്മുടെ ആർടിഒ ഒരു ദിവസം മെനക്കെടാണ്. ഈ ട്രിപ്പുള്ള സമയത്ത് ആർടിഒ അടുത്ത് കൊണ്ട് കാണിക്കണം. സാധാരണ ടെസ്റ്റിംഗ് പോലെ 10 ഓട്ടം വന്നാൽ 10 തവണ ഇതുകൊണ്ട് കാണിക്കണം. ഇപ്പൊ ഒരു പ്രായം എന്ന് കഴിഞ്ഞാൽ 30 ദിവസമുള്ള ഒരു ടെസ്റ്റിംഗ് എന്നാണ് സർക്കുലർ വന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടു. പക്ഷേ എന്താണെങ്കിലും ആ ഒരു സംഭവം എന്ന് പറയുന്നത് നമുക്ക് ഒരു പ്രായോഗിക ബുദ്ധിമുട്ടുള്ള സംഭവമാണ്. പിന്നെ അതുകൊണ്ട് ഈ ഇവര് വന്ന വണ്ടിക്കകത്ത് കയറി വണ്ടിക്കകത്ത് ലൈറ്റ് ഇല്ല സൗണ്ട് ഇല്ല എന്നുള്ളതാണ് സംഭവം മെയിനായിട്ട് നോക്കുന്നത്. എന്നാലും എല്ലാ വണ്ടിയിലൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം ഈ നമ്മുടെ കോട്ടയം ജില്ല മേഖലകളൊക്കെ ഈ സാധനങ്ങൾ ഒരു വരെ ഒഴിവാക്കി വരുള്ളൂ. ബാക്കിയുള്ള ഈ മലബാർ മേഖലയിലോട്ടോ എല്ലാ വണ്ടികളും എല്ലാ സാധനങ്ങളും എല്ലാ വണ്ടിക്കും ഒരു യൂണിഫോം ഇത് വന്നുകൊണ്ട് ഈ കളർ കോഡ് വന്നുകൊണ്ട് ഇപ്പൊ കുറച്ച് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നല്ലേ, കളറിംഗ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അത് മാത്രം കഴിഞ്ഞാല് ഇപ്പൊ ഈ ഒരു മോഡൽ ഇപ്പൊ 2020 മോഡൽ വണ്ടിയും ഇപ്പൊ 2015 വണ്ടിയാണെങ്കിലും ഇപ്പൊ അത്യാവശ്യം വണ്ടി കൂടും.
കാരണം കഴിഞ്ഞാൽ എന്തെങ്കിലും ഓൾട്രേഷൻ വർക്ക് കഴിഞ്ഞാൽ ഇപ്പൊ വണ്ടിയുടെ ഫ്രണ്ട് എല്ലാം ഒന്ന് മാറി പെയിന്റ് ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ സീറ്റ് എല്ലാം ഒന്ന് ക്ലീൻ ആക്കി എടുത്തു കഴിഞ്ഞാൽ ഏതാ വണ്ടി ഏതാ ഏത് മോഡൽ ഏതാന്ന് പെട്ടെന്ന് അറിയാൻ പറ്റത്തില്ല. ഓൾട്ടർനേഷൻ ചെയ്യുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞാൽ എല്ലാ വണ്ടിയും ഫ്രണ്ടും ബാക്കും പൊളിക്കുന്നു. പിന്നെ വേറെ ഇപ്പൊ പുതിയ അസ്ത്ര എന്ന് പറയുന്ന ഫ്രണ്ട് ഇറങ്ങിയത് അല്ല ഇപ്പൊ അസ്ത്ര ഉണ്ട്. ഒരിടയ്ക്ക് എല്ലാവരും വേഗ ഫ്രണ്ട് ആയിരുന്നു ഇരിക്കുന്നത്. ഇത് ഓരോ കാലങ്ങൾ മാറുന്നതനുസരിച്ച് നേരത്തെ സഫാരി ഫ്രണ്ട് ഇറങ്ങിയ വണ്ടി ഇപ്പൊ വേഗമായി അസ്ത്ര ഇറങ്ങി നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ട്. അത് ഏതാ വണ്ടിയുടെ നമ്പർ നോക്കി അറിയാവുന്ന മോഡൽ ഏതാ നമുക്ക് തിരിച്ചറിയാം. അത് വേറെ നമ്മൾ കൂടിയ കാറുകളൊക്കെ പെയിന്റ് അടിച്ച് പഴയ വണ്ടിയാണോ പുതിയ വണ്ടിയാണോ അറിയത്തില്ല എന്ന് പറഞ്ഞുള്ള രീതിയിലായി ബസ്സിന്റെ ഒരു സംഭവം അല്ലെ, കാര്യങ്ങൾ ആ രീതിയിലേക്ക് വന്നു. പിന്നെ ഈ വണ്ടി നമ്മളെ സാധാരണ പ്രൈവറ്റ് ലൈൻ ബസ്സുകളൊക്കെ നമ്മൾ ഓവർടേക്ക് ചെയ്ത് കയറി പോകുന്നവരെ നമുക്ക് ഈ വണ്ടികൾ ഓവർടേക്ക് ചെയ്യാൻ പറ്റുമോ? മഞ്ഞലൈനിൽ കട്ട് ചെയ്യാൻ പാടില്ല. സിഗ്നലിൽ ഇതുണ്ട്, സൈബർ ലൈനിൽ സിഗ്നൽ ഉണ്ടെങ്കിൽ കയറാൻ പാടില്ല. അങ്ങനെയുള്ള കുറെ റൂൾസുണ്ട്. അതൊക്കെ നമ്മൾ നോക്കിയാണ്. ഇപ്പൊ ചിലപ്പോൾ ഇഷ്ടംപോലെ പെറ്റികൾ വരുന്നുണ്ട്. എനിക്ക് ഇതുവരെ ദൈവം പെറ്റികളൊന്നും കിട്ടിയിട്ടില്ല. ഈ ക്ലസ്റ്റർ മീറ്ററിലേക്ക് വരുമ്പോഴത്തേനും ഏരിയയിലേക്ക് വരുമ്പോഴത്തേനും ഒരുപാട് സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഇതൊക്കെ എന്തൊക്കെയാണെന്നൊന്ന് പറഞ്ഞു മനസ്സിലാക്കി തരാമോ? ഇതിന്റെ അകത്തെന്ന് കഴിഞ്ഞാൽ സാധാരണ നമ്മുടെ ഈ വണ്ടി വരുന്ന ഈ ബോഡി ഇട്ട് വരുന്ന സമയത്ത് കഴിഞ്ഞാൽ ഫ്ലാഷ് ബോഡി ഇടും നമ്മുടെ ഈ ഭാഗത്തായിരുന്നു. ഈ സ്വിച്ച് ബോർഡ് കൺട്രോൾ മൊത്തം ഒരു സ്വിച്ച് ബോർഡ് ഈ ഭാഗത്തായിരുന്നു. ഇതിപ്പോ നമ്മൾ ഇത് ഓൾവോ ടൈപ്പ് ഡാഷ്ബോർഡാണ് നമ്മൾ ഈ വണ്ടിയിൽ നമ്മൾ ആ വണ്ടി വന്നപ്പോൾ ബോഡി ചെയ്തപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ നമുക്ക് സ്വിച്ചിന്റെ കാര്യങ്ങൾ, അതായത് ഇത് നമ്മൾ അകത്തോട്ടുള്ള പോർഷനിലേക്കുള്ള ലൈറ്റുകൾ മാത്രം, ഫാനങ്ങൾ കാര്യങ്ങൾ സ്വിച്ചുകൾ ഇവിടെ തന്നെ. ഈ സാധനം മുകളിലിരുന്ന സാധനം നമ്മൾ ഇങ്ങോട്ട് താഴോട്ട് മാറ്റിയെന്ന് മാത്രമേ. പിന്നെ മെയിൻ സ്വിച്ച് ആണെങ്കിലും നമ്മൾ ഇവിടെ എല്ലാം ഈ നമ്മുടെ കയ്യിൽ എത്തുന്ന ദൂരത്തുള്ള സംഭവങ്ങൾ രണ്ട് കയ്യിൽ എത്തുന്ന രീതിയിലുള്ള നമുക്ക് ഇവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റും. സ്വിച്ചുകളുടെ എണ്ണം കുറച്ചുകൊണ്ട് വളരെ എണ്ണം കുറച്ചുകൊണ്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. ക്യാമറയുടെ റിവേഴ്സ് കിട്ടാൻ വേണ്ടിയുള്ളത്. ഇത് പാമ്പാടി സെലക്ട്രിക്സ് എന്ന് പറയുന്ന സന്തോഷേട്ടനാണ്. അത് ഫേമസ് ഇവിടെ ഈ മേഖലയിൽ ഏറ്റവും അറിയപ്പെടുന്നതാണ് പാമ്പാടി സെലക്ട്രിക്സ് എന്ന് പറയുന്നത്. ഈ മേഖലയിൽ ഈ ടൂറിസ്റ്റ് ബസ് മേഖലയിൽ സൗണ്ട് വർക്ക് തുടങ്ങുന്നതിൽ ആദ്യത്തെ ഒരു ഗുരു എന്ന് പറയുന്ന ആളാണ് പാമ്പാടി സന്തോഷം എന്ന് പറയുന്നത്. ഇതിപ്പോ നമ്മൾ ഇന്നലെ ചെയ്ത വർക്കായതല്ലേ? ലൈറ്റിന്റെ വർക്കുകൾ ലൈറ്റിനൊക്കെ ചെയ്തതായിട്ട് നേരത്തെ ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് പുതിയ ഒരു വേർഷനാണെന്ന് തോന്നുന്നു. പിക്സൽ LED എല്ലാവരും ചെയ്യുന്നുണ്ട്. പിന്നെ അതുകൊണ്ട് നമ്മൾ ഒരാൾ പുള്ളി ചെയ്തോളാൻ പറഞ്ഞു. പുള്ളി നല്ല സപ്പോർട്ടീവ് അല്ലേ? സപ്പോർട്ടീവാണ്. വണ്ടിയുടെ എല്ലാ കാര്യത്തിലും പുള്ളി നല്ല സപ്പോർട്ടീവാണ്. അക്കാര്യമായിട്ട് എല്ലാവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ കൂടുതലുള്ളതാണ് പുള്ളി. നമ്മുടെ കാര്യം പറഞ്ഞാൽ പുള്ളി അംഗീകരിക്കുന്നുണ്ട് പുള്ളി അല്ലേ? ഇന്ന സാധനം വണ്ടിക്ക് വേണമെന്ന് പറഞ്ഞാൽ പുള്ളി അത് അല്ലേ? അത് സാഹചര്യ സന്ദർഭമൊക്കെ അനുസരിച്ച്. ഇത് സെൻസറിന്റെ ഉണ്ട്. താക്കോൽ ഇത് ഇട്ട് ഓണാക്കിയത് എഞ്ചിൻ സ്വിച്ച് ഓണാക്കി 5 സെക്കൻഡിന് ശേഷം മാത്രമേ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ സെൻസർ ഫുൾ കൺസെപ്റ്റ് ആണെന്ന് വെച്ചാൽ RPM കയറും. നമ്മുടെ RPM റേസിങ്ങിന് വേണ്ടിയുള്ളൂ. അതായത് നമ്മൾ ആക്സിലേറ്റർ കൊടുക്കണ്ട, ഓട്ടോമാറ്റിക്കായിട്ട് വണ്ടി റേസ് ആയിരുന്നു. AC ഇടുന്നത് AC റേസിങ് കൊടുക്കും, ആക്സിലേറ്റർ കൊടുക്കും. ഇതാണ് AC-യുടെ കീ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇത് ചില വണ്ടികൾക്ക് AC-ക്ക് സെപ്പറേറ്റ് എഞ്ചിനാണ്. ഇത് ഡയറക്റ്റ് എഞ്ചിനിൽ നിന്ന് തന്നെയാണ് ഇതിൻ്റെ AC വർക്ക് ചെയ്യുന്നത്. ഇതാണ് AC-യുടെ കൺട്രോൾ യൂണിറ്റ് വന്നിരിക്കുന്നത്. ഇവിടെയാണ് AC-യുടെ കൺട്രോൾ യൂണിറ്റ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതൊക്കെയാണ് ഇവിടുത്തെ ഈ ഒരു ക്ലസ്റ്റർ മീറ്ററിൻ്റെ ഒരു കാഴ്ചപ്പാട്. നല്ല ഒരു വോൾവോ ബസ്സിൻ്റെ ഒക്കെ ഒരു സെറ്റപ്പിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയാണ് കാണാം. ഇതാണ് ഹാൻഡ് ബ്രേക്ക് ഇവിടെ വന്നിരിക്കുന്നത്, ഹാൻഡ് ബ്രേക്ക്. പിന്നെ ഇവിടെ ഒരു കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഈ ഒരു ഭാഗത്താണ് സാധാരണ വണ്ടികളിലൊക്കെ ആ ഒരു സ്വിച്ച് കൺട്രോൾ വന്നിരുന്നത്. അത് നേരെ ഇങ്ങോട്ടാക്കിയിട്ടുണ്ട്. ഫസ്റ്റ് നേരെ ഏറ്റവും ഇങ്ങേറ്റം മുകളിലേക്ക് ഇതാണ് റിവേഴ്സാണ്. ആ നേരെ ഇങ്ങനെ ഒരു താഴെ നേരെ മണ്ടലോട്ട്
നേരെ ഉണ്ട്. അത് ഫസ്റ്റ് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തിട്ട് ഹാൻഡ് ബ്രേക്ക് അങ്ങനെ തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് സിക്സ് ലാസ്റ്റ്. റിവേഴ്സ് ഏറ്റവും അത് അപ്പുറത്ത് അങ്ങേ ആ പച്ചയില്ലേ മുകളിലത്തെ അല്ല അതിൻ്റെ ഇപ്പുറത്ത് ആ പുഷ് ബട്ടൺ ഉണ്ടോ മുകളിലത്തെ അത് കൈ ഇപ്പുറത്ത് അത് അതിന് മുകളിലത്തെ സൈഡ് ഡോറിൻ്റെ ഹാൻഡ് ബ്രേക്ക് എടുത്തോ. ഇഷ്ടപ്പെട്ട് എങ്ങനെയാണ് ഓരോരുത്തർ ഫീൽഡിലേക്ക് വരുന്നത്. അതോ യൂട്യൂബിലും ഓൺലൈനിലെല്ലാം കിടക്കുന്ന നമ്പറുണ്ട്. അതിനെ കയറി കറക്കൂടാ. Ah, no, vale.